എനിക്ക് നല്ല പത്തിരി ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. വലം അകുൻ ഉഹ്സിനുൽ ഖുബ്സ്. അപ്പൊ എന്നെ ആരാ സഹായിക്കുക? അയൽപക്കത്തെ വീട്ടുകാരികള്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു കല്യാണോ സൽക്കാരോ ഉണ്ടെങ്കിൽ അയൽപക്കത്തെ ആളുകൾ വന്നുകൊണ്ടാണ് സഹായിക്കേണ്ടത്. മുമ്പൊക്കെ കല്യാണം ആയി കഴിഞ്ഞാൽ ആ കൗങ്ങുമ്മ ചുറ്റാൻ വേണ്ടി എത്ര സാരികളാണ് സംഭാവന കിട്ടുക അല്ലെ? അതിന് പിന്നൊക്കെ കൊടുത്തിട്ട് നമ്മുടെ തെങ്ങൊക്കെ ചുറ്റിയിട്ട് എന്ത് ഭംഗിയായിരുന്നു. എന്നിട്ട് സപ്ലൈ ചെയ്യാൻ ആരാ? നമ്മുടെ മക്കള്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ അയൽപക്കത്തെ കുട്ടികള്. അവരാണ് വീട്ടുകാരെ പോലെ അവരെ സ്വീകരിക്കുന്നത്. ഇന്ന് നമ്മൾ റെസ്റ്റോറന്റ് പോയ പോലെ കഴിക്കുന്നു, കുപ്പായിട്ട് ഇട്ടിരുന്നു. സാർ ഇനി എന്തെങ്കിലും വേണോ? ഇത് പൊരിച്ചത്, ഇത് കരിച്ചത്. നമ്മൾ എവിടെയോ പോയി ഭക്ഷണം കഴിച്ച് എണീറ്റ് പോരുന്നു. ആ ബന്ധം, അടുപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതൊക്കെ വല്ലാത്തൊരു രസമായിരുന്നു. ആ കറി ഇങ്ങോട്ടെടുക്ക്, ചോറും ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞൊരു ബഹളവും ഒച്ചപ്പാടും ആ ഒരു സ്വീകരണവും സൽക്കാരവും. വീട്ടുകാരായിരുന്നു അയൽപക്കങ്ങളും നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നുകൊണ്ട് നടത്തിയിരുന്ന ആ ഒരു വിവാഹ സദ്യകളൊക്കെ അന്യമായി കഴിഞ്ഞു. പിന്നെ പോയതിനെ പറ്റി പറഞ്ഞിട്ട് ബസ് പോയിട്ട് കൈയാട്ടിട്ട് കാര്യമില്ലല്ലോ, പോയി കഴിഞ്ഞു. ഇനിയിപ്പോ ഇങ്ങനെ കാറ്ററിംഗ് സർവീസ് ഒക്കെ ഇനി അഭയമുള്ളൂ. പക്ഷേ ആ ഒരു നന്മയെ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെയൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ അൽഹംദുലില്ലാ. മഹദി അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അങ്ങനെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാതിരുന്നപ്പോ ഫകുന്ന നിസാഅ സിദ്ഖിൻ മിനൽ അൻസാർ ജീറാനൻ ലിയുസാഇദനനി ഫീ ദാലിക്. എന്റെ സത്യസന്ധരായ കൂട്ടുകാർ അൻസാരി പെണ്ണുങ്ങളായിരുന്നു, മദീനക്കാരായ അയൽപക്കക്കാർ. അവർ നല്ല കൂട്ടുകാരികളാണ്. അവരാണ് എന്നെ വന്ന് സഹായിച്ചിരുന്നത്. അവര് ഭക്ഷണം ഉണ്ടാക്കി തരും. ഖാലത്ത് അസ്മാ ബീവി പറയാൻ, വകുൻതു അൻഖുലു നവാമിൻ അർദി സുബൈർ അല്ലദി യഖ്തഅഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി മഹാനായ സുബൈർ എന്നവർക്ക് പകുത്തുകൊടുത്ത ഒരു മണ്ണുണ്ട്, ഒരു ഭൂമിയുണ്ട്, ഒരു നിലമുണ്ട്. ആ നിലത്തിൽ ഈത്തപ്പഴത്തിന്റെ കുരു ഒരുമിച്ച് കൂട്ടുന്നൊരു പരിപാടിയുണ്ട്. ഈ കുരു പൊടിച്ചിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കും. ആ കുരു ഒക്കെ ഞാനാണ് ചുമലിൽ കൊട്ടയിലാക്കിയിട്ട് പോന്നിരുന്നത്. ഇവിടുന്ന് അലാ മസാഹത്തി സുലുസൈ ഫർസഖിൻ മിനൽ ബൈത്ത് സുബൈർ. സുബൈർ എന്നവരുടെ വാടക വീട്ടിൽ നിന്ന് ഏകദേശം 1/3 ഫർസഖ്, അതായത് 2 മൈല് എന്ന് പറഞ്ഞ ഒരു 3.5 കിലോമീറ്റർ അപ്പുറത്തേക്ക്, 3.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊട്ടയിൽ ഈ ഈത്തപ്പഴത്തിന്റെ കുരുവും കൊണ്ട് ഞാൻ നടക്കുമായിരുന്നുവെന്ന് മഹദിയായ അസ്മാ ബീവി. ആരായി നടക്കണമെന്നറിയോ? അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സിദ്ദീഖ് എന്നവരുടെ മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹുമാ. അവരും സഹാബിയത്താണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. 2 മൈല്, അതായത് ഒരു 3.5 കിലോമീറ്റർ മഹദി റളിയല്ലാഹു അൻഹു നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ തലയിൽ കൊട്ടയും വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഫലഖിയനി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബഈരിഹി. ഞാനിങ്ങനെ കൊട്ടയിൽ ഈത്തപ്പഴത്തിന്റെ കുരുകൾ നിറച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ് എന്റെ തലയിൽ വെച്ചിട്ട്. ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ സഹായത്തിനും ഭർത്താവിന് ഒരു കൈ സഹായം ചെയ്യാനും മുന്നോട്ട് വരുന്നത് എത്ര പുണ്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ഈ ഉമ്മത്തിന്റെ മഹതിമാരാണ്. അതൊന്നൊരു കുറവോ ഒരു ന്യൂനതയോ ഒരു പറ്റാത്ത കാര്യമോ അല്ല. അത് സ്വഹാബിയത്തുകൾ ചെയ്തതാണെന്ന് മനസ്സിലാക്കലാണ് ഇതിലെ ഒരു പാഠം. മഹദി ബീവി പറയട്ടെ, ഞാനിങ്ങനെ വരുമ്പോ ഫലഖിയനി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വരുമ്പോണ്ട് പുണ്യ നബി ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ഈ കൊട്ടയും കൊണ്ട് ഇങ്ങനെ നടക്കുക ഒരു വെയിലത്ത്. فهم صلى الله عليه وسلم لينيخ بعيره ليركبها خلفه. പുണ്യ നബിയുടെ ഒട്ടകത്തിന്റെ പിറകിൽ ഒരൽപ്പം സ്ഥലമുണ്ട്. അവിടേക്ക് നബി തങ്ങൾ ഒന്ന് സൗകര്യം ചെയ്തു കൊടുത്താൽ ബീവിക്ക് ഒരു ലിഫ്റ്റ് കിട്ടും. എവിടേക്ക്? മദീന വരെ. ഈ 3-4 കിലോമീറ്റർ വെറുതെ നടക്കണ്ടല്ലോ, പുണ്യ നബിയുടെ കൂടെ യാത്ര ചെയ്യാം. പുണ്യ നബിക്കാണെങ്കിലോ ഈ ഉമ്മച്ചികൾ ഹബീബിന്റെ മക്കളാണ്, ഹബീബിന്റെ മഹറമുകളാണ്. പുണ്യ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹബീബായ നബി തങ്ങൾ നമുക്ക് വാപ്പയാണ്, നമുക്ക് ഉമ്മയാണ്. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ മക്കളെ പോലെ കാണുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണിത്, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അവർക്ക് വേണ്ടി ഒട്ടകം താഴ്ത്തിക്കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ ഉദ്ദേശിച്ചു. ഒരു ലിഫ്റ്റ് കൊടുക്കാം, ഒട്ടകപ്പുറത്ത് ഒട്ടിയിരിക്കും വേണ്ട, സൗകര്യമുണ്ട്. ഫസ്തഹിയത്, ബീവി നാണിച്ചു, ഞാനില്ല എന്ന് പറഞ്ഞു. നാണിച്ചു, വേണോ എന്ന തോന്നൽ.
വഅറഫത് ഗീറത സുബൈർ. സുബൈർ റളിയല്ലാഹു അൻഹു ഭയങ്കര ആത്മാഭിമാനമുള്ള ആളാണ്. തന്റെ ഭാര്യയെ മറ്റൊരാൾ നോക്കുന്നതോ, ഒരാൾ വശീകരിക്കുന്നതോ, ഒരാളുടെ കൂടെ തന്റെ ഭാര്യ നടക്കുന്നതോ ഇഷ്ടപ്പെടാത്ത ഭർത്താവാണ് സുബൈർ എന്നവര്. ആ ഒരു ഗീറത്ത് ബീവിക്ക് ഓർമ്മ വരികയും ചെയ്തു. അതുകൊണ്ട് നാണിച്ചു, ഞാനിത് വന്നാൽ എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാതിരിക്കും. فعلم النبي صلى الله عليه وسلم بما يجول في نفسها. അസ്മാ ബീവിയുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി. തങ്ങൾ പിന്നെ വണ്ടി നിർത്താതെ അങ്ങ് മുന്നോട്ട് പോയി. എന്നാ പിന്നെ വേണ്ട, അവൾക്കത് നാണമാണ്. സുബൈർ എന്ന ഭർത്താവിനൊരു പക്ഷേ അത് വിഷമാകും എന്ന് നബി തങ്ങളത് വല്ലാത്ത, തങ്ങൾ ഇമോഷൻസ് വല്ലാണ്ട് നബി തങ്ങൾ റെസ്പെക്ട് ചെയ്യും. സ്വർഗലോകത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ട കഥയുണ്ട്. മിഅ്റാജിന്റെ രാവിൽ നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു കൊട്ടാരം കണ്ടു, അതിന്റെ മുമ്പിൽ ജാരിയത്തുൻ തതവല്ല, ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരി പെണ്ണ് വുളൂ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചു, ലിമൻ ഹാദി, ആരുടേതാണ് ഇത് എന്ന് ചോദിച്ചു. നബിയെ, ലിഉമർ, ഇത് ഉമറിന് വേണ്ടി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ഒരുക്കി വെച്ച കൊട്ടാരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഇത് കേൾക്കുകയാണ്. ഉമറേ, നിങ്ങളുടെ കൊട്ടാരത്തിന്റെ ഉള്ളൊന്ന് പോയി കണ്ടാലോ എന്നെനിക്ക് തോന്നി. അപ്പോഴാ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടെ വിഷയത്തിലുള്ള ഗീറത്ത് എന്ന് പറഞ്ഞ സ്വഭാവം. ഗീറത്ത് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാന ബോധമാ. സ്വന്തം ഭാര്യയെ, എന്റെ വീട്ടിലെ പെൺകുട്ടികളെ, പ്രായപൂർത്തിയായവരെ മറ്റുള്ളവർ കാണരുത്, അവര് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന വിധം പ്രൊട്ടക്ഷൻ നൽകുക. ഒരുപക്ഷെ അതൊരു പൊസസീവ്നെസ് എന്ന് തോന്നിയേക്കാം, പക്ഷെ അത് ശറഅ അംഗീകരിക്കുന്ന വിഷയമാണ്. അങ്ങനെയാണ് വേണ്ടത്. ആ ഒരു ചിന്ത ഉണരെ എനിക്ക് ഉണ്ടായപ്പോ, നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ഞാൻ കയറി വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നാലോ, അതുകൊണ്ട് ഞാൻ കയറിയില്ല ഉമറെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടൊന്ന് നോക്കിയാലോ എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ഹദീത്തിൽ? അപ്പോൾ ഉമർ എന്നവര് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്, അലൈക അഗാറു യാ റസൂലല്ലാഹ്, നബിയേ, എന്തിന് അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ? എന്റെ വീട്ടുകാർ അങ്ങയുടെ വീട്ടുകാരല്ലേ, ഒന്ന് കയറിക്കൂടായിരുന്നോ നബിയെ എന്ന് നബി തങ്ങളോട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോ ഇവിടെ അസ്മാ ബീവിക്ക് അങ്ങ് ലിഫ്റ്റ് കൊടുക്കുമ്പോ അത് ശരിയല്ലല്ലോ, എനിക്കത് എന്റെ ഭർത്താവിനത് ഇഷ്ടമായില്ലേ, അത് ഇഷ്ടമാവാതെ പോകുമോ എന്നൊക്കെ അസ്മാ ബീവി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര് മനസ്സിലാക്കുന്നു? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ ആ യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. അതായിരുന്നു അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. സ്വഹീഹ് മുസ്ലിമിലെ തന്നെ വേറൊരു റിവായത്തുണ്ട്. ഒരു ഫഖീറായ മനുഷ്യൻ വന്നിട്ട് അസ്മാ ബീവിയോട് പറയാണ്, യാ ഉമ്മ അബ്ദില്ലാ, അസ്മാ ബീവി, അബ്ദുല്ലാന്റെ ഉമ്മ. ആരാണ് അബ്ദുല്ല? അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ ചരിത്രമൊക്കെ ഒന്ന് മറക്കാണ്ട് ഓർത്തു വെക്കുക. ഉമ്മ അബ്ദില്ല എന്നാ പറയാ. ഉമ്മ അബ്ദുൽ ആയിഷ ബീവിയും ഉമ്മ അബ്ദില്ല എന്ന് പറയും റളിയല്ലാഹു അൻഹ. പക്ഷെ ശരിയായ ഉമ്മ അബ്ദില്ല അസ്മാ ബീവിയാണ്. അസ്മാ ബീവിയുടെ മോൻ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ സ്വന്തം മോനെ പോലെ ആയിഷ ബീവി കണ്ടതുകൊണ്ട് ആയിഷ ബീവിനെ പറ്റിയും ഉമ്മ അബ്ദില്ല എന്ന് പറയും. ഏതായിരുന്നാലും, യാ ഉമ്മ അബ്ദില്ല, ഇന്നനി റജുലുൻ ഫഖീർ, ഞാൻ ദാരിദ്ര്യമുള്ള ദരിദ്രനായ ഒരു പാവം മനുഷ്യനാണ്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് അവർക്ക് വീടൊക്കെ ആയി. ആ വീട് മദീനയിലാണ്. ആ വീടിന്റെ നിഴലിൽ, തണലിൽ ഞാനൊന്ന് കച്ചവടം ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ് ഒരു മിസ്കീനായ മനുഷ്യൻ. അപ്പൊ അങ്ങാടിയിലെ വീടാണ്. നിങ്ങളുടെ വീടിന്റെ ചേരുവൊന്ന് തരുമോ, ഞാൻ ചെറിയൊരു കച്ചവടം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ മഹദി റളിയല്ലാഹു തആല അൻഹ അതിന് മറുപടി കൊടുത്തു, ഇൻ റഖസ്തു ലക ഫീ ദാലിക് അബൂ സുബൈർ, ഞാനെങ്ങാനും നിങ്ങൾക്ക് സമ്മതം തന്നാൽ എന്റെ ഭർത്താവ് സുബൈർ എന്നവർ സമ്മതം തന്നുകൊള്ളണമെന്നില്ല. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ നീ എന്തിനത് ചെയ്തു എന്നൊരു പക്ഷെ എന്നോട് എന്റെ ഭർത്താവ് ചോദിച്ചേക്കാം. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാ. ഞാൻ എന്റെ ഭർത്താവ് സുബൈർ എന്നവരുടെ കൂടെ ഇരിക്കുമ്പോ നീ വാ, എന്നിട്ട് ഞാനത് അറിയാത്ത പോലെ നിന്നേക്കാം, എന്നിട്ട് ഞാനത് ശരിയാക്കി തരാം. അങ്ങനെ സുബൈർ എന്നവർ വീട്ടിലുള്ള സമയം നോക്കി ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ അസ്മാ ബീവിയുടെ അരികത്തേക്ക് വരികയാണ്. യാ ഉമ്മ അബ്ദില്ലാ, ആ പറഞ്ഞതിനെ വീണ്ടും പറഞ്ഞു, അബ്ദുള്ളയുടെ ഉമ്മ, ഞാൻ മിസ്കീനായ മനുഷ്യനാണ്, നിങ്ങളുടെ വീടിന്റെ തണലിൽ ഞാനൊന്ന് കച്ചവടം ചെയ്തോട്ടെയോ? അപ്പോ അസ്മാ ബീവി ചെറിയൊരു ഐഡിയ എടുത്തു. ഒരു ചെറിയൊരു നാടകം എന്ന് പറയല്ല, ബീവി അത് ഇഷ്ടപ്പെടാത്ത പോലെ അവിടെ മദീനയിൽ
അമാലക ഫിൽ മദീനതി ഇല്ലാ ദാരി, മദീനയിൽ ഞങ്ങളുടെ വീടല്ലാതെ ഒരു സ്ഥലം നിനക്ക് കിട്ടിയില്ലയോ എന്ന് അസ്മാ ബി വെറുതെ ചോദിച്ചു. കാരണം ചിലപ്പോ എതിര് പറഞ്ഞാൽ ഭർത്താവ് അനുകൂലം പറയും, അല്ലെ? ഭാര്യ അനുകൂലം പറഞ്ഞാൽ ഭർത്താവ് എതിര് പറഞ്ഞേക്കാം. അപ്പോ സുബൈർ എന്നവരുടെ മനസ്സറിഞ്ഞത് കൊണ്ട് അസ്മാ ബി എന്ത് ഇയാളോട്, നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ മദീനയിൽ? എന്റെ വീടിന്റെ ചെരുവ് തന്നെ വന്ന് കച്ചവടം ചെയ്യണോ? അമാലക ഫിൽ മദീനതി ഇല്ലാ ദാരി. ഇത് കേട്ടപ്പോ സുബൈർ എന്നവർ, മാലക്കി അസ്മാ, നിങ്ങൾ എന്തിനാ ആ മനുഷ്യനെ, പാവപ്പെട്ട മനുഷ്യനെ, നിങ്ങളുടെ വീടിന്റെ തണലിൽ ഒരു കച്ചവടം ചെയ്യുമ്പോ എന്തിനാണ് അസ്മാ തടസ്സം പറയുന്നത്? അത് ചെയ്തോണ്ട് അതിനെന്താ കുഴപ്പം എന്ന് സുബൈർ എന്നവർ മറുപടി പറയുകയും ചെയ്തു. അപ്പൊ കച്ചവടം പാസ്സായി. അത് അസ്മാ ബീവി അങ്ങനെ ഒരു മുടക്ക് പറഞ്ഞപ്പോഴാണ് ഇവിടെന്ന് അങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു വീട്ടിലൊരു യാചകം വന്ന് ഇറങ്ങിപ്പോകുമ്പോ വീട്ടുകാരങ്ങനെ വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ ഭാര്യയാണ് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്. അപ്പൊ അങ്ങനെ ഒരാളിങ്ങനെ വരുമ്പോ ഭർത്താവ് ഗേറ്റിലൂടെ വരികയാണ്. അപ്പൊ ഇയാള് എന്തേ? ഇല്ല, ഞാനിങ്ങനെ പിരിവിന് വന്നതാണ്, യാചിച്ചു വന്നതാണ്. എവിടെ? ഈ വീട്ടിക്കോ? അതെ അതെ. ഈ വീട്ടിക്കോ? അതെ, ഈ വീട്ടിക്ക്. വല്ലതും കിട്ടിയോ? ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പെണ്ണുങ്ങൾ എന്നെ പറഞ്ഞയച്ചു, ഒന്നും തന്നിട്ടില്ല, എന്നാ നിന്റെ കൂടെ വാ. ഞാൻ ഒരു കൈ പിടിച്ചു കൊണ്ടുപോയി കോലായിലൊക്കെ ഇരുന്ന്, പിന്നെ ഇവിടെ ഒന്നുമില്ല, ഇവയ്ക്കോ, ഇത് പറയേണ്ടത് ഞാൻ, അവളല്ല, ഇത് പറഞ്ഞ അയാളെ തിരിച്ചയച്ചു എന്നാ കഥ. അള്ളാഹു അല്ല നടന്നതാണോ ഇല്ലേന്ന്. പക്ഷെ ഒരു അഭിമാനബോധം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും. ഭർത്താവ് ഇത് എന്റെ വീടല്ലേ, ഈ വീട്ടിൽ ഞാനല്ലേ പറയേണ്ടത്, എന്റെ ഭാര്യ എങ്ങനെ പറയാ എന്നൊരു വാശി വരുന്നൊരു സമയം. എന്ന പോലെ മഹദി അസ്മാ റളിയല്ലാഹു അൻഹ ഒന്ന് എതിര് പറഞ്ഞപ്പോ, നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോ സുബൈർ എന്നവർ പറഞ്ഞു, എന്തിനാ അസ്മാ ആ പാവപ്പെട്ട മനുഷ്യന് മുടക്ക് പറയണത്? ആള് കച്ചവടം ചെയ്തോട്ടെ. അസ്മാബി പറ, അയാൾ കച്ചവടം ചെയ്തു എന്ന് മാത്രമല്ല, ഭയങ്കരമായ ലാഭമുണ്ടായി എന്ന് മാത്രമല്ല, ഇവർക്ക് വാടക കൊടുക്കാൻ തുടങ്ങി. അസ്മാബീവിന്റെ അടുത്തൊരു അടിമ ഉണ്ടായിരുന്നു, ആ അടിമയെ ഇയാൾ വാങ്ങിക്കുകയും ചെയ്തു. അത്രക്കും വലിയ പൈസക്കാരനായി മാറി. ആദ്യം മിസ്കീനായിരുന്നു, പക്ഷെ കച്ചവടം കൊണ്ട് വലിയ ബറക്കത്തുണ്ടായി. അങ്ങനെ ഖൈറായ ഒരു അവസ്ഥയിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്. കച്ചവടം ചെയ്തു. അങ്ങനെ അടിമസ്ത്രീയെ വിറ്റു. അടിമസ്ത്രീയെ ഇയാൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. സുബൈർ എന്നവര് ചോദിച്ചു, മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വന്നപ്പോഴേ മഹദിയുടെ അടിമയെ വിറ്റു. അത് വാങ്ങിച്ചത് ഈ കച്ചവടക്കാരൻ. അപ്പൊ അതിന്റെ പൈസ ബീവിയുടെ മടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഭർത്താവ് കടന്നു വരുന്നത്. ഭർത്താവിന്റെ അടുത്ത് പൈസയൊന്നുമില്ല. അലാ തുഹ്ദീഹി ഇലൈ, അസ്മാ, ഈ കിട്ടിയ പൈസ നിങ്ങൾക്ക് എനിക്ക് തന്നൂടെ, ഹദിയ തന്നൂടെ? ഒരു പെണ്ണിന്റെ പൈസ ഭർത്താവിന് ഹദിയയായിട്ട് കൊടുക്കുമ്പോഴേ ഭർത്താവിൻ്റെതാവുള്ളൂ. നോക്കണേ, ഭർത്താവിന്റെ പൈസ ഭാര്യക്കുള്ളതാ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാ. അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നതാ ഭർത്താവിന്റെ പൈസ. നേരെ മറിച്ച് ഒരു പെണ്ണിന്റെ പൈസയാണെങ്കിൽ, ഭാര്യയുടെ പൈസയാണെങ്കിലോ അത് അവളുടേതാണ്. അവൾക്ക് പൊരുത്തുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ, അത് എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം അങ്ങനെയാ. സ്ത്രീധനം എന്ന് പറയുന്നത് അതിന്റെ വരും വരായികളും അതിന്റെ മസാലയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് കല്യാണ സമയത്ത് അവളുടെ വാപ്പ, അവളുടെ കുടുംബം സമ്മാനമായി കൊടുക്കുന്നത് എന്താണ്? അവളുടെ സ്വത്താണ്, അവളുടെ സംഖ്യയാണ്. ചേർന്ന് നോക്കണേ, ഒന്നും ആയില്ലല്ലോ, സാരല്ല. അപ്പോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് സ്ത്രീധനമെന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് സ്ത്രീധനത്തെ ചൊല്ലിയിട്ട്. ഇപ്പോ അടുത്ത സമയങ്ങളിൽ നടന്ന ചില ആത്മഹത്യകളും അതിനെ ചൊല്ലിയുണ്ടായ ചർച്ചകളും ബഹളങ്ങളും ഒക്കെ നിങ്ങൾ മീഡിയയിലൂടെ കേൾക്കുന്നുണ്ടാവും. സ്ത്രീധനം പെണ്ണിന്റെ അവകാശം, അവൾക്ക് കിട്ടുന്നതാണ്. കല്യാണം നമ്മൾ മനസ്സിലാക്കുക. ഇത് മുസ്ലിമീങ്ങളല്ലാത്തവരും കേൾക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഇതിന്റെ വീക്ഷണം എന്താണ്? ഇസ്ലാമിന്റെയും ഖുർആന്റെയും മസലൊക്കെ ഒരു ബന്ധമില്ലാത്ത, ദീൻ പഠിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, മുസ്ലിമീങ്ങൾ പോലും അല്ലാത്ത ആളുകളൊക്കെ ആധികാരികമായി പറയുന്നത് കേൾക്കാറുണ്ട്. തമാശ തോന്നാറുണ്ട്, ഇവരെന്തിനാണ് ഇങ്ങനെ? അവനവന്റെ മതത്തെ സംബന്ധിച്ച് പറഞ്ഞോട്ടെ, ഈ വിഷയം അതറിയുന്ന പണ്ഡിതന്മാരല്ലേ പറയേണ്ടത്. ഏതായിരുന്നാലും ഈ കാര്യം പറയാം, ഒരു പെണ്ണിന് സ്ത്രീധനമായി ലഭിക്കുന്ന പൈസ അവളുടേതാണ്. അവള് ഭർത്താവിന് ദാനമായി കൊടുത്താൽ മാത്രമേ ഭർത്താവിൻ്റെതാവുള്ളൂ, അല്ലെങ്കിൽ കടമാണ്. അവളുടെ ആഭരണമാവട്ടെ, അവൾക്ക് ലഭിച്ച കാറാവട്ടെ, വാഹനമാവട്ടെ, പൈസയാവട്ടെ, ഇത് എന്റെ വക, എന്റെ പൈസ നിങ്ങൾക്ക് ഞാൻ ദാനം തന്നു എന്ന് പറഞ്ഞ് ഭർത്താവിന് കൊടുക്കുമ്പോഴേ അത് ഭർത്താവിൻ്റെതാകുന്നുള്ളൂ.
ഭർത്താവിന് കൊടുത്ത സമ്മാനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു പെണ്ണിന് ആഭരണമായി അവൾക്ക് സമ്മാനം കൊടുക്കുന്നത് അത് അവളുടെ മുതലാണ്. അവൾ പൊരുത്തപ്പെട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഭർത്താവിൻ്റെതാവുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് കടമായിട്ട് കൊടുക്കാം, എനിക്ക് പിന്നെ തന്നാ മതി, നിങ്ങൾക്ക് ആവുമോ, ഇപ്പൊ വീട് പണി നടക്കുന്നല്ലേ, നിങ്ങൾ എടുത്തോളൂ, എനിക്ക് പിന്നീട് നിങ്ങൾ വാങ്ങിച്ചെന്നാൽ മതി, ഒന്നുകിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ വീട് പണി നമുക്കും മക്കൾക്കുള്ളതല്ലേ, എന്റെ വകയായി എന്റെ സ്വർണ്ണം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാലേ അത് ഭർത്താവിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലേ, അത് അവളുടേതാണ്. അസ്മാ ബീവി ഇങ്ങനെ ഈ പൈസയും കയ്യിൽ വെച്ചിരിക്കുകയാണ്, അടിമയെ വിറ്റ പൈസ. അപ്പോഴാണ് സുബൈർ എന്നവർ ചോദിക്കുന്നത്, അസ്മാ നിങ്ങൾ എനിക്ക് തന്നൂടെ ആ പൈസ എന്ന് ചോദിച്ചു. അമ്മ അലാ തുഹ്ദീഹി ഇലൈ, എനിക്ക് ഹദിയയായിട്ട് നിങ്ങൾക്ക് തന്നൂടെ, വെറുതെ തന്നൂടെ എന്ന് ചോദിച്ചപ്പോ ഇന്നി ഖദ് തസദ്ദഖ്തു ബി, പൈസ വാങ്ങിച്ചു വെച്ചു, ഇത് ഞാൻ പാവപ്പെട്ട 1-2 വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞു, ഞാൻ കൊടുത്തു കഴിഞ്ഞു. പൈസ അവിടെ ഉണ്ട്, പക്ഷെ നീ ഖൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞു, അത് ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞല്ലോ എന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. നോക്കണം, വളരെ ദാരിദ്ര്യമുണ്ടായിരുന്ന സമയം, വീട്ടിൽ ആവശ്യങ്ങൾ ഏറെയുണ്ടായിരുന്ന നേരം, ആ അടിമയെ വിറ്റ കാശ് അസ്മാ റളിയല്ലാഹു അൻഹാ ദാനമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ നന്മകളുടെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച മഹദിമാർ ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഈമാനിന്റെയും അറിവിന്റെയും ത്യാഗത്തിന്റെയും മാതൃകകൾ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിൽ നല്ല ചുറ്റുപാടുകളും അറിവും ജ്ഞാനവുമുള്ള നല്ല മഹദികളെ അള്ളാഹു നമുക്ക് ദാനമായി നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ നല്ലവരായി വളരട്ടെ, അവരിൽ നന്മകൾ ഉണ്ടാകട്ടെ, നമ്മുടെ വീടുകളിൽ സന്തോഷമുണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളുടെ പോറ്റുമ്മയായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ പോയത് ചരിത്രത്തിൽ വലിയൊരു മഹദിയെ പരിചയപ്പെടുത്തുകയാണ്. മഹദി റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ വിയോഗത്തിന്, ഉമ്മു ഐമൻ ബിവി എന്ന് പറഞ്ഞ നബിതങ്ങൾക്ക് മുലയൂട്ടിയ, നബിതങ്ങളെ പോറ്റു വളർത്തിയ ഉമ്മയാണ്. തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും അവരെ കാണാൻ ചെന്നപ്പോ മഹദി റളിയല്ലാഹു അൻഹ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അപ്പൊ അവര് ചോദിച്ചു, ഉമ്മു ഐമൻ ബിവി അമാ തഅലമീൻ അന്നമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് യാത്ര ചോദിച്ചു പോയി ഉമ്മു ഐമൻ ബീവി, പക്ഷെ നമ്മുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും നബി തങ്ങൾക്ക് ഖൈറ് അള്ളാഹിന്റെ അടുത്തേക്ക് പോകലല്ലേ, ഇപ്പൊ എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ മഹദി പറഞ്ഞു, ഞാൻ കരയുന്നത് നബി തങ്ങളുടെ വിയോഗത്തിന്റെ സങ്കടപ്പെടൽ കൊണ്ട് മാത്രമല്ല, ഇന്നമാ അബ്കി ഇൻഖിതാഅൽ വഹീ മിനസ് സമാ, ആകാശത്ത് നിന്ന് എത്രയോ അറിവുകളല്ലേ നമുക്ക് വന്നിരുന്നത് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം, ആ അറിവ് നമുക്ക് നഷ്ടമായില്ലേ? ഇത് പറയുന്നത് 80 വയസ്സിലേറെ പ്രായമുണ്ടായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വാർദ്ധക്യത്തിലാണ്, കണ്ണു കാണാതായിട്ടുണ്ട്. ആ മഹദി അപ്പോഴും ഹബീബിന്റെ വിയോഗത്തിന്റെ സങ്കടം ഒരു ഭാഗത്ത്, പക്ഷേ ബീവി പൊട്ടിക്കരഞ്ഞു സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും കണ്ടപ്പോ. തങ്ങൾ വഫാത്തായ ഉടനെയാണ്. ഇതിനെ സംബന്ധിച്ച് ഉലമാ പറഞ്ഞു, വഹാദാ മിൻ ഫിഖ്ഹി ഉമ്മി ഐമൻ, ഇത് ഉമ്മു ഐമൻ ബീവിയുടെ ഫിഖ്ഹാൻ, ദീൻ മനസ്സിലാക്കിയതിന്റെ അടയാളമാണ്. കാരണം ഇൻഖിതാഉൽ വഹി, ആകാശ ലോകത്ത് നിന്ന് ഹലാലും ഹറാമും ദീനിന്റെ മുഹ്കമാറ്റുകൾ അള്ളാഹു അറിയിച്ചു തരുന്ന അറിവ് പുണ്യനബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തിരുന്നത്, ആ ഒരു അറിവ് ഇനി നമുക്കുണ്ടാവുകയില്ലല്ലോ. ജ്ഞാനത്തിന്റെ വഴി നമുക്ക് നഷ്ടമായല്ലോ, നമുക്കിനി പഠിക്കാൻ അവസരമില്ലാതെയായല്ലോ. ആ ഇൽമ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്ന് മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അപ്പോ ആണായാലും പെണ്ണായാലും അറിവിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, അറിയുന്നിടത്ത്, അറിവ് ലഭിക്കുന്നിടത്ത് നമ്മൾ ഓടിയെത്തുകയും നമ്മുടെ കയ്യിലുള്ള ഡിവൈസുകൾ, നമ്മുടെ നെറ്റ്വർക്കുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഇതൊക്കെ അറിവ് സമ്പാദിക്കാനും തഖ്വയുണ്ടാകാനുമുള്ള അവസരങ്ങളായി മാറട്ടെ. അല്ലാഹു തആല നമ്മുടെ അറിവ് കൊണ്ട്, ഇൽമ കൊണ്ട് നമുക്ക് ഉപകാരം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.